ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. കുഞ്ഞാട്ടിൻ കല്യാണ മഹൽ ദിനത്തിൽ നാം കുഞ്ഞാട്ടിൻ കല്യാണ മഹൽ ദിനത്തിൽ നാം കാന്തയായി നിൽക്കും ശോഭ പരിപൂർണതയോടെ കാന്തയായി നിൽക്കും ശോഭ പരിപൂർണതയോടെ മിന്നുന്ന വസ്ത്രങ്ങൾ ധരിച്ചു കൊണ്ടു നാം മിന്നുന്ന വസ്ത്രങ്ങൾ ധരിച്ചു കൊണ്ടു നാം പ്രിയൻ മുഖം കണ്ടാനന്ദിക്കും നിത്യയുഗങ്ങൾ പ്രിയൻ മുഖം കണ്ടാനന്ദിക്കും നിത്യയുഗങ്ങൾ. ആയിരം ദൂതന്മാർ ശുശ്രൂഷ ആയിരം ദൂതന്മാർ ശുശ്രൂഷ ലഭിക്കുമെന്റെ പ്രിയനുമായി വാഴും സമയം ലഭിക്കുമെന്റെ പ്രിയനുമായി വാഴും സമയം. നിത്യാനന്ദത്താലൻ ഹൃദയവാദിനം നിത്യാനന്ദത്താലൻ ഹൃദയവാദിനം കവിഞ്ഞൊഴുകും വന്നതി പോൽ ബഹുദൂരമായി കവിഞ്ഞൊഴുകും വന്നതി പോൽ ബഹുദൂരമായി. കുഞ്ഞാട്ടിൻ കല്യാണ മഹൽ ദിനത്തിൽ നാം കുഞ്ഞാട്ടിൻ കല്യാണ മഹൽ ദിനത്തിൽ നാം കാന്തയായി നിൽക്കും ശോഭ പരിപൂർണതയോടെ കാന്തയായി നിൽക്കും ശോഭ പരിപൂർണതയോടെ. കാന്തനും കാന്തയും കല്യാണശാലയിൽ കാന്തനും കാന്തയും കല്യാണശാലയിൽ എണ്ണമില്ലാത്ത ശുദ്ധർ മധ്യേ വാഴും ചന്തമായി എണ്ണമില്ലാത്ത ശുദ്ധർ മധ്യേ വാഴും ചന്തമായി. ലഭിക്കുമന്നേനീക്കസംഖ്യ നിക്ഷേപം ലഭിക്കുമന്നേനീക്കസംഖ്യ നിക്ഷേപം പ്രമോദമായി വാണിടും ഞാൻ യുഗായുഗങ്ങളായി പ്രമോദമായി വാണിടും ഞാൻ യുഗായുഗങ്ങളായി. കുഞ്ഞാട്ടിൻ കല്യാണ മഹൽ ദിനത്തിൽ നാം കുഞ്ഞാട്ടിൻ കല്യാണ മഹൽ ദിനത്തിൽ നാം കാന്തയായി നിൽക്കും ശോഭ പരിപൂർണതയോടെ കാന്തയായി നിൽക്കും ശോഭ പരിപൂർണതയോടെ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ തിരുവചനമായി ഇരിപ്പാൻ ഒരിക്കൽ കൂടി കർത്താവ് നമുക്ക് ഭാഗ്യം തന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുവചനം കൂടെ കൂടെ കേൾക്കുവാനും യേശുക്രിസ്തുവിൻ്റെ സ്നേഹം അല്പാൽപമായി അനുഭവിപ്പാനും കർത്താവായ യേശുക്രിസ്തുവിനോട് ചേർന്ന് നിത്യത വസിക്കണമെന്നുള്ള ഒരാഗ്രഹവും ദാഹവും കർത്താവായ യേശുക്രിസ്തു നമുക്ക് തന്നിരിക്കുന്നു. നമുക്ക് കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ
ഒരു മനുഷ്യന് യേശുക്രിസ്തുവിനോട് കൂടെ ജീവിക്കുവാനും യേശുക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ എത്തിപ്പറ്റണമെന്നുള്ള ആ ദാഹത്തോടെ ജീവിപ്പാനും അവസരം ലഭിക്കുന്നു, ഭാഗ്യം ലഭിക്കുന്നു. നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കണം. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ആഗ്രഹം നമുക്കുണ്ടോ? കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടെ ഈ ഭൂമിയിൽ ജീവിക്കണം. യേശുക്രിസ്തു പ്രസാദിക്കുന്ന ഒരു ജീവിതം എനിക്ക് നയിക്കണം. ഈ ലോകത്തിൽ ഞാൻ ജീവിക്കുമ്പോൾ ഞാൻ യേശുക്രിസ്തുവിൻ്റെ വകയാണെന്നുള്ള വലിയൊരു ഉത്ബോധ്യം നമ്മെ ഭരിക്കുന്നുണ്ടോ? എന്താണ് ദൈവവും മനുഷ്യനുമായിട്ടുള്ള ഭിന്നത? ദൈവത്തിൻ്റെ സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ വായിക്കുന്നുണ്ട്, ഒന്ന് മാത്രമേ മനുഷ്യനും ദൈവവുമായിട്ടുള്ള ഭിന്നതയുള്ളൂ. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. ഒരു ഭിന്നത ദൈവവും മനുഷ്യനും തമ്മിലുണ്ട്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആദിമ മനുഷ്യനായ ആദാം ഏദൻ തോട്ടത്തിൽ വെച്ച് പാപം ചെയ്ത അന്ന് മുതൽ ദൈവവും മനുഷ്യനുമായി പാപം മൂലമുള്ള ഒരകൽച്ച, ഭിന്നത വന്നിരിക്കുന്നതാണ്. ഇന്നും മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അവനവൻ്റെ ജീവിതത്തിലെ പാപം കൊണ്ടാണ്. പാപത്തിൽ വസിക്കുന്ന മനുഷ്യ ജീവിതങ്ങൾ. സെഖര്യാ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, അന്നാളിൽ ദാവീദ് ഗൃഹത്തിനും യെരൂശലേം നിവാസികൾക്കും പാപത്തിൻ്റെയും മാലിന്യത്തിൻ്റെയും പരിഹാരത്തിനായി ഒരു ഉറവ തുറന്നിരിക്കുമെന്ന്. മനുഷ്യന് പാപമുണ്ട്, മാലിന്യമുണ്ട്. എന്നാൽ യെരൂശലേം നിവാസികളുടെയും പാപത്തിൻ്റെ പരിഹാരത്തിനായി ഒരു ഉറവ തുറന്നു വെച്ചിരിക്കുമെന്ന് യേശുക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ദാവീദ് ഗൃഹത്തിനും യെരൂശലേം നിവാസികൾക്കും പാപത്തിൻ്റെയും മാലിന്യത്തിൻ്റെയും പരിഹാരത്തിനായി ഒരു ഉറവ തുറക്കുമെന്ന്. പുതിയ നിയമത്തിലെ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, എങ്കിലും പടയാളികളിൽ ഒരുത്തൻ കുന്തം കൊണ്ട് അവൻ്റെ വിലാപ്പുറത്ത് കുത്തി, ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു എന്ന്. ദൈവമക്കളെ, പ്രവാചകനിലൂടെ രേഖപ്പെടുത്തി വെച്ച ആ ഉറവ കാൽവറിയിൽ പാപിയായ മനുഷ്യന് വേണ്ടി തുറന്നു വെച്ചിരിക്കുകയാണ്. പിതാവായ ദൈവം തൻ്റെ പുത്രൻ്റെ തിരുവിലാവ് തുറന്ന് ആ ഇടുക്കവും ഞെരുക്കവുമുള്ള ആ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ തക്കവണ്ണം ഒരു ഉറവ തുറന്നു വെച്ചിരിക്കുകയാണ്. അന്നാളിൽ ദാവീദ് ഗൃഹത്തിനും യെരൂശലേം നിവാസികൾക്കും പാപത്തിൻ്റെയും മാലിന്യത്തിൻ്റെയും പരിഹാരത്തിനായി ഒരു ഉറവ തുറന്നിരിക്കുമെന്ന്. ഇന്ന് മനുഷ്യർക്ക് പലർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ദൈവമക്കളും അല്ലാത്തവരുമെന്ന് പറയുന്നത്, ദൈവമക്കളും പിശാചിൻ്റെ മക്കളുമെന്ന് പറയുന്നത്. എല്ലാ മനുഷ്യരും പറയും എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്, ദൈവമക്കളാണ്, അങ്ങനെ വേർതിരിക്കരുതെന്ന്. ഒരു വിധത്തിൽ അത് സത്യമാണ് പ്രിയപ്പെട്ടവരെ. എല്ലാ മനുഷ്യനെയും ദൈവം സൃഷ്ടിച്ചതാണ്, എല്ലാ മനുഷ്യനും ദൈവ സൃഷ്ടിയാണ്, എല്ലാ മനുഷ്യനെയും ദൈവം സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ അപ്പോസ്തലനായ യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായത്തിൽ അതിനോട് തുടർന്ന് നാം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, മനുഷ്യനെ രണ്ടായിട്ട് അവിടെ തിരിച്ചു വെച്ചിരിക്കുന്നതെന്ന്. പാപം ചെയ്യുന്നവരും പാപം ചെയ്യാത്തവരും, ദൈവത്തിൻ്റെ മക്കളും പിശാചിൻ്റെ മക്കളും, ലോകത്തെ ജയിച്ചവരും ലോകത്തെ ജയിക്കാത്തവരും. അവിടെ രണ്ട് വിധത്തിലാണ് മനുഷ്യനെ ആക്കി വെച്ചിരിക്കുന്നത്, തരം തിരിച്ചു വെച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടത്, മനുഷ്യൻ എന്തെല്ലാം പറഞ്ഞാലും ഒരിക്കലും മാറ്റാൻ കഴിയാത്ത ഒരു തിരിവാണ്. ഇന്ന് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ മനുഷ്യൻ രണ്ടായി തിരിഞ്ഞിരിക്കുകയാണ്. അറിഞ്ഞാണെങ്കിലും അറിയാതെയാണെങ്കിലും രണ്ട് വിഭാഗത്തിലാണ് മനുഷ്യ ജീവിതങ്ങൾ ഇന്നായിരിക്കുന്നത്. ഈ ലോകത്തിലെ മനുഷ്യൻ പലവിധമായ അടിസ്ഥാനങ്ങൾ കൊണ്ട് മനുഷ്യനെ വേർതിരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പലവിധമായ വിഭാഗങ്ങളിൽപ്പെട്ട മനുഷ്യ ജീവിതങ്ങളുണ്ട്. സ്ത്രീയെന്നും പുരുഷനെന്നുമുണ്ട്, വിവാഹം കഴിച്ചവരും കഴിക്കാത്തവരുമുണ്ട്, വിദ്യാഭ്യാസമുള്ളവരും ഇല്ലാത്തവരുമുണ്ട്, ഉന്നതമായ ജീവിത നിലവാരമുള്ളവരും ഒരു ഉപജീവനത്തിന് മാർഗമില്ലാത്തവരും, പ്രിയപ്പെട്ടവരെ, ധനവാന്മാരും ദരിദ്രന്മാരും. ഈ ലോകത്തിൽ മനുഷ്യൻ രണ്ട് തട്ടിലാണ് ജീവിക്കുന്നത് നോക്കുമ്പോൾ. എന്നാൽ യേശുക്രിസ്തു നോക്കുമ്പോൾ, നിത്യനായ ദൈവം ഭൂമിയിലേക്ക് നോക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ധനാഢ്യനെന്നോ ദരിദ്രനെന്നോ ഉള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ ഒരു വ്യത്യാസവും ദൈവം കാണുന്നില്ല. എന്നാൽ ദൈവം നോക്കുന്നത് തൻ്റെ പുത്രൻ്റെ, തൻ്റെ അരുമകുമാരനായ യേശുക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് കഴുകൽ പ്രാപിച്ചവരും അല്ലാത്തവരുമാണ്. പ്രിയപ്പെട്ടവരെ, രണ്ടായി തിരിയുന്നത് അവിടെയാണ്. എക്കാലത്തും മനുഷ്യൻ രണ്ടായി തിരിഞ്ഞിരിക്കുകയാണ്. ഇവിടെ നാം ജീവിക്കുമ്പോൾ
ഒരുമിച്ചാണ് ജീവിക്കുന്നത്. ചിലപ്പോൾ ഭാര്യയും ഭർത്താവും ഒരു കട്ടിലായിരിക്കും കിടക്കുന്നത്, അപ്പനും മക്കളും ഒരു വീട്ടിലായിരിക്കും ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സഭയിൽ നാം അനേകരും ഒരുമിച്ചാണ് നിൽക്കുന്നത്. എന്നാൽ നാം മനസ്സിലാക്കേണ്ട വലിയൊരു സത്യമുണ്ട് പ്രിയപ്പെട്ടവരെ. രണ്ടും രണ്ടായി തിരിയുന്ന ഒരു ദിവസമുണ്ട്. ഇന്ന് നാം ലോകത്തിലാണ് ജീവിക്കുന്നത്. എല്ലാ മനുഷ്യരും ഈ ലോകത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. എന്നാൽ ഇത് രണ്ടും രണ്ടായി തിരിയുന്ന ഒരു ദിവസമുണ്ട് എന്ന് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയും. കർത്താവിന്റെ വരവില് രണ്ടുപേര് വയലിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, ഒരാള് തള്ളപ്പെട്ടു പോകുമെന്ന്. രണ്ടുപേർ തിരികരിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരാൾ എടുക്കപ്പെടും, ഒരാള് തള്ളപ്പെടുമെന്ന്. രണ്ടുപേര് ഒരേ വയലിൽ വേല ചെയ്തുകൊണ്ടിരിക്കും, ഒരാൾ എടുക്കപ്പെടും, ഒരാള് ഉപേക്ഷിക്കപ്പെടുമെന്ന്. പ്രിയപ്പെട്ടവരെ, എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? രണ്ടിലൊന്ന് സ്വീകരിക്കപ്പെടുമെന്നാണ്? ഒരിക്കലുമല്ല. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ വരവില് ഈ ഭൂലോകത്തിലെമ്പാടും, ഈ ലോകം എവിടെയെല്ലാം പരന്നു കിടക്കുന്നു, അവിടെയെല്ലാം ഒരേ നിമിഷമാണ് യേശുക്രിസ്തു വരുന്നതെന്നാണ് അവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. വയലിൽ വേല ചെയ്യുന്ന സമയം, പ്രിയപ്പെട്ടവരെ കട്ടിലിൽ ഉറങ്ങുന്ന സമയം, തിരിയലിൽ പൊടിച്ചുകൊണ്ടിരിക്കുന്ന സമയം, ഇതെല്ലാം വ്യത്യസ്തമായ സമയങ്ങളാണ്. എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? യേശുക്രിസ്തുവിന്റെ വരവ് ഈ ലോകത്തിലെല്ലാം ഒരേ നിമിഷമാണ് നടക്കുന്നതെന്ന്. പ്രിയപ്പെട്ടവരെ, രണ്ടുപേരിൽ ഒരാൾ എടുക്കപ്പെടുമെന്ന് ഒരിക്കലും തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നില്ല. എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യമുണ്ട് ദൈവമക്കളെ. കൈവിടപ്പെട്ടു പോകുവാൻ, തള്ളപ്പെട്ടു പോകുവാൻ ഒരു സാധ്യതയുള്ള ലോകത്താണ് നാം ജീവിക്കുന്നതെന്ന്. ഇസ്രായേലിന്റെ ചരിത്രം നാം പഠിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവരെല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു. അവരെല്ലാവരും ഒരേ ആത്മീയ ആഹാരം കഴിച്ചു, ഒരേ പാറയിൽ നിന്ന് കുടിച്ചു. മോശയുടെ കൈക്കീഴ് അവർ പുറപ്പെട്ടവരാണ്. എന്നാൽ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, അവരിൽ മിക്കപേരിലും സ്വർഗത്തിലെ ദൈവം പ്രസാദിച്ചില്ല എന്ന് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലൻ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എങ്കിലും അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല എന്ന്. ദൈവമക്കളെ, ഒരു തുടക്കം നമുക്ക് കിട്ടി, ഒരു ആരംഭം കിട്ടി. നാം പുറപ്പെട്ടവരാണ്, പ്രിയപ്പെട്ടവർ നല്ല ലക്ഷ്യത്തോടെ പുറപ്പെട്ടവരാണ്. എന്നാൽ നമ്മിൽ ദൈവം പ്രസാദിക്കുന്നുണ്ടോ? ദൈവപ്രസാദം ലഭിക്കാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നുണ്ടോ എന്ന് അപ്പോസ്തലനായ യോഹന്നാൻ പറയും. 1-ാമത്തെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. ഇവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്, അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു എന്ന്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നാം കർത്താവായ യേശുക്രിസ്തുവില് പ്രത്യാശ വെച്ച് അവനെ പിൻപറ്റുവാൻ ജീവിതം സമർപ്പിച്ച് നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്, അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ നാം നമ്മെ തന്നെ തന്നെ നിർമ്മലീകരിക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ നിർബന്ധമായി നിർമ്മലീകരിക്കുമെന്നല്ല, പിന്നെയോ നാം തന്നെ നിർമ്മലീകരിക്കണം. ദൈവമക്കളെ, നമുക്ക് എത്ര പേർക്ക് ദാഹമുണ്ട്, എത്ര പേർക്ക് അതിനുള്ള അതിയായ വാഞ്ചയുണ്ട്. എന്ത്? കർത്താവേ, എന്നെ നിന്റെ രക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന്. എന്റെ കുറവുകളെല്ലാം അവിടുത്തെ തിരുരക്തത്താല് കഴുകി ദിനംതോറും എന്നെ ശുദ്ധീകരിക്കണമേ എന്ന്. ദൈവമക്കളെ, ഇന്ന് അനേകരും ചിന്തിച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒരു കൂട്ടായ്മയോട് ചേർന്നു, സഭയോട് ചേർന്നാണ് നിൽക്കുന്നത്. പ്രിയപ്പെട്ടവർ, തിരുവചനം കേൾക്കുന്നത് ധാരാളമായി കടന്നു വന്ന് കേൾക്കുന്നുണ്ടെന്നാൽ ഇങ്ങനെയെല്ലാം അങ്ങ് പോയാൽ മതി എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും പോരാ. യേശുക്രിസ്തു വിശുദ്ധനായിരിക്കുന്നത് പോലെ നാം നമ്മെ തന്നെ വിശുദ്ധീകരിക്കണം. എന്തിന്? അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനായിരിക്കുന്നത് പോലെ നാം അവനെ കാണേണ്ടതാകുന്നു. അതുകൊണ്ട് നാം നമ്മെ തന്നെ വിശുദ്ധീകരിക്കേണ്ടതാകുന്നു. പ്രിയപ്പെട്ടവരെ, ആർക്കും നമ്മെ നിർബന്ധമായി ശുദ്ധീകരിക്കുവാനോ നിർമ്മലീകരിക്കുവാനോ കഴിയുകയില്ല. ആർക്ക് ദാഹമുണ്ടോ, ആർക്ക് അതിയായ ആഗ്രഹമുണ്ടോ, അവർക്ക് മാത്രമേ നിർമ്മലീകരണം, വിശുദ്ധീകരണം ലഭിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ശരിയായ ഒരു മാനസാന്തരം കിട്ടാത്ത അനേകരിന്ന് പാപത്തിന്റെ മേൽ ജയമില്ല, എനിക്ക് കേൾക്കുന്ന പോലെയൊന്നും ജീവിക്കാൻ കഴിയുന്നില്ല എന്ന് നിരാശയും നെടുവീർപ്പുമുള്ള പലരെയും കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ സാധ്യമാകാത്തത്? ഒന്നാമത് മനസ്സിലാക്കണം, വചനം കേൾക്കുന്നുണ്ട്, കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുന്നുണ്ട്, പല വേലകളോടും ചേർന്നിട്ടുണ്ടെന്നാൽ എനിക്ക് വ്യക്തിപരമായി ഒരു മാനസാന്തരമുണ്ടോ എന്ന് നാം ചിന്തിച്ചു നോക്കണം. പ്രിയപ്പെട്ടവരെ, മാനസാന്തരപ്പെട്ട് ജീവിതം യേശുക്രിസ്തുവിന് സമർപ്പിച്ച ഒരു മനുഷ്യന്റെ ഉള്ളിൽ മാത്രമേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുകയുള്ളൂ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായമില്ലാത്ത ഒരു മനുഷ്യനും പാപത്തെ ജയിക്കുവാനോ
തന്നെത്താൻ ശുദ്ധീകരിക്കുവാനോ സാധ്യമല്ല പ്രിയപ്പെട്ടവരെ. നാം ഇതെല്ലാം കേൾക്കുന്നുണ്ടെന്നാൽ ജീവിതത്തിൽ അനുഭവമാക്കാൻ കഴിയുന്നില്ല. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. അതിന്റെ മുകളിലെ വാക്യം ഒന്ന് വായിച്ചേ. പ്രിയമുള്ളവരെ, ആ. നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവൻ ആര്? യേശുക്രിസ്തു പ്രത്യക്ഷനാകുന്ന ഒരു ദിവസമുണ്ട്. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് ദൈവത്തിന് സ്വപ്രിയ എന്തിനു വേണ്ടിയാണ് നമ്മെ തന്നെ നിർമ്മലീകരിക്കുന്നത്? അവൻ പ്രത്യക്ഷനാകുന്ന ഒരു ദിവസമുണ്ട്. യേശുക്രിസ്തു വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ട്. അന്ന് നാം അവനെ മുഖാമുഖം കാണുന്നതാകൊണ്ട് നാം അവനോട് സമന്മാരായി പ്രിയപ്പെട്ടവരെ അവന്റെ തിരുസാന്നിധ്യം അനുഭവിച്ച് ആ എടുക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നിൽക്കേണ്ടതാകൊണ്ട് നാം കർത്താവിന്റെ തിരുരക്തം കൊണ്ട് കഴുകൽ പ്രാപിച്ച് യേശുക്രിസ്തുവിനോട് ചേരുവാൻ നാം സമർപ്പണമുള്ളവരായിരിക്കണം. തന്നെത്താൻ നിർമ്മലീകരിക്കണം. ദൈവത്തിന് പ്രിയപ്പെട്ടവരെ, ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല എന്ന് തിരുവചനം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, നാം ധാരാളം കേട്ടിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ശുദ്ധീകരണം പ്രാപിക്കണമെന്ന് ദാഹമുണ്ടോ? നമ്മുടെ കുറവുകൾ എന്തെല്ലാമാണെന്ന് നാം ദൈവസന്നിധിയിൽ കണ്ടെത്താറുണ്ടോ? ഇനി എന്തെല്ലാം എനിക്ക് തിരുത്തൽ വരുത്തണമെന്ന് പ്രിയപ്പെട്ടവരെ, നാം നമ്മിലേക്ക് തന്നെ നോക്കുമ്പോഴാണ് നമ്മുടെ കുറവുകൾ കാണുന്നത്, നമ്മുടെ പോരായികൾ മനസ്സിലാക്കുന്നത്. ഈ വചനമെല്ലാം കേട്ടുവെങ്കിലും എനിക്കിന്നും മാറ്റം വന്നില്ല എന്ന് മനസ്സിലാക്കുന്നത്. പ്രിയപ്പെട്ടവരെ, തന്നെ തന്നെ നിർമ്മലീകരിക്കണം. അത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ നടക്കുന്ന ഒന്നല്ല ദൈവമക്കളെ. ഞാൻ ഒരിക്കൽ ദേവദാസനോട് ചോദിക്കുകയുണ്ടായി, ഈ പാപത്തിന്റെ പോരാട്ടം എത്ര കാലമുണ്ട് എന്ന്. ഞാൻ മാനസാന്തരപ്പെട്ടു വന്ന കാലങ്ങളിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ പരിശീലിച്ചതും ഞാൻ പരിചയിച്ചതും ഞാൻ 34 വയസ്സ് വരെ ജീവിച്ചതുമായ അനേക പാപത്തിന്റെ പ്രലോഭനങ്ങളും അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴുള്ള ഭയപ്പാടുകളുമെല്ലാം അതിനെയെല്ലാം ഞാൻ എങ്ങനെ അതിജീവിക്കുമെന്ന് ചിന്തിച്ച കാലങ്ങളുണ്ട്. ദൈവമക്കളെ, അന്ന് എനിക്ക് പറഞ്ഞു തന്നൊരു കാര്യമുണ്ട്. ഒരു മനുഷ്യൻ ഈ മൺകൂടാരത്തില് ഈ ശരീരത്തിൽ ഇരിക്കുന്ന കാലമത്രയും പോരാട്ടമുണ്ട്, പാപത്തിന്റെ പ്രലോഭനങ്ങളുണ്ട്. നാം അതിനെ യേശുക്രിസ്തുവിനോടുകൂടെ ജയിക്കണമെന്ന്. ദൈവമക്കളെ, മരണം വരെ ഒരു മനുഷ്യൻ വഴുതിപ്പോകാൻ സാധ്യതയുള്ള ലോകത്താണ്, വഴുവഴുപ്പുള്ള ലോകത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എൻ്റെ കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ട ഈ ഭൂമിയിലെ ജീവിതകാലത്ത് നേടേണ്ടതാണ് എന്ത്? നാം യേശുക്രിസ്തുവിനെ അവനായിരിക്കുന്നത് പോലെ കാണേണ്ടതാകൊണ്ട് നമ്മെ തന്നെ നിർമ്മലീകരിക്കുക. നമ്മുടെ ജീവിതത്തിൽ ശുദ്ധീകരണം നടക്കണം. 3:6 നമുക്ക് വായിക്കാം. അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല, പാപം ചെയ്യുന്നവൻ ആരും അവനെ കണ്ടിട്ടില്ല. ദൈവമക്കളെ, നാം മനസ്സിലാക്കണം, അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല, പാപം ചെയ്യുന്നവൻ ആരും അവനെ കണ്ടിട്ടില്ല. അവിടെ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. നാം യേശുക്രിസ്തുവിലാണ് വസിക്കുന്നതെങ്കിൽ, യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നുവെങ്കിൽ നാം പാപം ചെയ്യുന്നില്ല. വീണ്ടും രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്, പാപം ചെയ്യുന്നവൻ ആരും അവനെ കണ്ടിട്ടില്ല. ദൈവമക്കളെ, നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇന്നും പാപം നമ്മെ അടക്കി വാഴുന്നുവെങ്കിൽ, ഈ ലോകം നമ്മെ ഭരിക്കുന്നുവെങ്കിൽ, പാപത്തെ നമുക്ക് ജയിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നാം മനസ്സിലാക്കണമെന്ത്? നാം യേശുക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ല, യേശുക്രിസ്തുവിനെ നാം അനുഭവിക്കുന്നില്ല, യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നില്ല. കാരണം എന്താ? നാം ഇന്നും പാപത്തിലാണ് ജീവിക്കുന്നത്. അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല, പാപം ചെയ്യുന്നവനാരും അവനെ കണ്ടിട്ടില്ല. 2 അനുഭവമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന്, പാപം ചെയ്യാത്തവര്, യേശുക്രിസ്തുവിൽ വസിക്കുന്നവര്. പ്രിയപ്പെട്ടവരെ, പാപം ജീവിതത്തിലുള്ളവര് അവരൊരിക്കലും യേശുക്രിസ്തുവിനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കണം. ഞാനിതിൽ ഏത് വിഭാഗത്തിലാണ് നിൽക്കുന്നതെന്ന്. പാപം വിട്ട് യേശുക്രിസ്തുവിനോടുകൂടെ ജീവിക്കാൻ ജീവിതം സമർപ്പിച്ച ഒരു എളിയ ദൈവവേദലാണോ ഞാൻ? അതോ ഞാനിന്നും ജീവിതത്തിൽ അനേക പാപങ്ങളുടെ മുമ്പിൽ പരാജയപ്പെട്ട് നിരാശപ്പെട്ട് നെടുവീർപ്പെട്ട് ഇത് ആർക്ക് കഴിയുമെന്നുള്ള അങ്കലാപ്പോടെ ജീവിതം തള്ളി നീക്കുന്നവരാണോ എന്ന്? പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിനെ കണ്ടിട്ടുള്ളവന് പാപം ചെയ്യാൻ കഴിയുകയില്ല. വായിക്കാം, നമുക്ക് 3:9 വായിക്കാം. ദൈവത്തിൽ നിന്ന് ജനിച്ചവനാരും പാപം ചെയ്യുന്നില്ല, അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവനാരും പാപം ചെയ്യുന്നില്ല. ദൈവമക്കളെ, നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അപ്പോൾ പലരും ചിന്തിക്കും, അങ്ങനെ ഒരു അവസ്ഥയുണ്ടോ? ഒരു തെറ്റും പറ്റാത്ത
ഒരു വിശുദ്ധനായി എപ്പോഴും ദൈവത്തോടു കൂടെ ജീവിക്കുന്ന ഒരനുഭവം ഉണ്ടോ എന്ന്. അവനിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവമക്കളെ, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അവൻ എപ്പോഴും യേശുക്രിസ്തുവിനോട് കൂടെ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ വിത്ത്, പ്രിയപ്പെട്ടവരെ, ജീവന്റെ റൂഹ, പരിശുദ്ധാത്മാവ് അവൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നത് കൊണ്ട് അവന് പാപം ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട് എന്ന്. ദൈവമക്കളെ, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. നമ്മുടെ ഹൃദയത്തിലേക്ക് തിരിഞ്ഞു നോക്കണം. നമുക്കിന്ന് പാപം ചെയ്യുമ്പോൾ കുറ്റബോധമുണ്ടോ? പ്രിയപ്പെട്ടവരെ, വ്യഭിചാരമോ കൊലപാതകമോ മദ്യപാനമോ പിടിച്ചുപറിയൊന്നുമല്ല. നമ്മുടെ ഹൃദയത്തിലെ ഇഷ്ടക്കുറവ്, നമ്മുടെ ഹൃദയത്തിലെ കോപ സ്വഭാവങ്ങൾ, മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയാത്ത പ്രകൃതങ്ങൾ, മറ്റുള്ളവരുടെ ഉയർച്ചയിലുള്ള അസൂയ, പരസ്പരം ചേർന്നു പോകാൻ കഴിയാത്ത ഭിന്നത, ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിലുണ്ടെന്ന് എപ്പോഴെങ്കിലുമെല്ലാം നമ്മുടെ ഹൃദയത്തിൽ ബോധ്യം വരുമ്പോൾ നമുക്ക് കുറ്റബോധമുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഈ നികളവും അസൂയയും ഇഷ്ടക്കുറവും മുഷിച്ചിലും വിദ്വേഷവും, പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം പരദൂഷണമെല്ലാം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ നമുക്ക് കുറ്റബോധമുണ്ടോ? ദൈവത്തിൻ്റെ ആത്മാവ്, അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ ആ ജീവന്റെ വിത്ത് തമ്മിൽ വസിക്കുന്നുവെങ്കിൽ, പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നുവെങ്കിൽ നമുക്ക് കുറ്റബോധം ലഭിക്കും. പ്രിയപ്പെട്ടവരെ, തെറ്റ് കിട്ടുമ്പോൾ ഒരു തെറ്റും പറ്റുകയില്ല എന്നല്ല, തെറ്റ് പറ്റാതെ ജീവിക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ചിന്തകളിൽ, ചിലപ്പോൾ ആ പെട്ടെന്നുള്ള കോപത്തിൽ എല്ലാം നാം ഒന്ന് വീണു പോയാൽ നമുക്ക് കുറ്റബോധമുണ്ടോ? ദൈവമക്കളെ, നമുക്ക് അനുതാപം വരുന്നുണ്ടോ? എൻ്റെ കർത്താവെ, ഞാൻ ഒന്നും ആയില്ലോ എന്നുള്ള തകർന്നതും നുറുങ്ങിയതുമായ ഒരു അനുഭവം നമുക്ക് ലഭിക്കുന്നുണ്ടോ? ദൈവമക്കളെ, ഈ തിരുവചനം പറയുന്ന ഈ നിസ്സാരനായ ഞാൻ പറയും, തികഞ്ഞതുകൊണ്ടല്ല പ്രിയപ്പെട്ടവരെ. തെറ്റുകൾ വരുമ്പോൾ, പ്രിയപ്പെട്ടവർ, വീഴ്ച വരുമ്പോൾ ആ കുരിശിൻ്റെ അടുക്കിലേക്ക് ചെന്ന് നിന്നിട്ട് ഹൃദയദൃഷ്ടി ഒന്ന് ഉയർത്തിയിട്ട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഇന്ന തെറ്റ്, ഇന്ന വീഴ്ച എനിക്ക് വന്നുപോയി കർത്താവേ. എൻ്റെ യേശുവേ, ഇതൊന്നും വരാത്ത, ഇതൊന്നും എന്നെ തൊടാത്ത ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് എന്നെ നടത്തണമേ എന്നുള്ള ഹൃദയത്തിലൊരു പ്രാർത്ഥനയുണ്ട്. ദൈവമക്കളെ, എൻ്റെ കർത്താവിന് സ്തോത്രം. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. 18-ാമത്തെ വാക്യം നമുക്ക് വായിച്ചേക്കാം. ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്നും നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന്. 3-ാമത്തെ വാക്യം നമുക്ക് വായിച്ചേക്കാം. 1 യോഹന്നാൻ 3:10. ദൈവത്തിന്റെ മക്കൾ ആരെന്നും ദൈവത്തിന്റെ മക്കൾ ആരെന്നും പിശാചിന്റെ മക്കൾ ആരെന്നും ഇതിനാൽ തെളിയുന്നു. ദൈവമക്കളെ, എന്തുകൊണ്ടാണ് തെളിയുന്നത്? പാപം ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ പിശാചിന്റെ മക്കളാണ്. പാപമില്ലാതെ ജീവിക്കുന്നുവെങ്കിൽ അവർ ദൈവമക്കളാണ്. വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ദൈവമക്കൾ ആരെന്നും പിശാചിന്റെ മക്കൾ ആരെന്നും ഇതിനാൽ തെളിയുന്നുവെന്ന്. 2 കൂട്ടമാണ് പ്രിയപ്പെട്ടവരെ. ഒന്ന് ദൈവത്തിൻ്റെ മക്കള്, പ്രിയപ്പെട്ടവരെ. മറ്റൊന്ന് പിശാചിൻ്റെ സ്വാധീന വലയത്തിൽപ്പെട്ട്, ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽപ്പെട്ട് ജീവിതം നശിച്ചു കൊണ്ടിരിക്കുന്ന മറ്റൊരു വിഭാഗം. ദൈവത്തിൻ്റെ വചനം പറയുന്നു അവർ പിശാചിൻ്റെ മക്കളാണെന്ന്. പ്രിയപ്പെട്ടവരെ, അവർ പിശാചിൻ്റെ ഇംഗിതങ്ങൾക്ക് തന്നെ വിട്ടുകൊടുത്ത് അവരറിയാതെ തന്നെ ജീവിക്കുന്നുവെന്ന്. 5-ാമത്തെ വാക്യം നാം വായിച്ചു. അവർ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, പിശാച് തൊടാത്ത ഒരനുഭവമുണ്ട് ആർക്ക്? ദൈവമക്കൾക്ക്. ദൈവമക്കളെ, എപ്പോഴും നാം ആ കൃപയുടെ വലയത്തിൽ നിന്ന് മാറിപ്പോകാതെ, ആ സ്വർഗത്തിൻ്റെ ദീപന്തൽ സംരക്ഷണത്തിൽ നിന്ന് മറഞ്ഞു പോകാതെ, മാറിപ്പോകാതെ നാം ജീവിച്ചാൽ ദുഷ്ടനായ പിശാചിന് ഒരു ദൈവവേദനെ തൊടാൻ കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലേക്ക് നാം നോക്കുമ്പോൾ ഇവിടെ പ്രലോഭനങ്ങളൊക്കെ ഉള്ള ലോകമാണ്. ദൈവവചനം നാം പഠിക്കുമ്പോൾ കോമളരൂപിയായ യൗസേപ്പിന്റെ ജീവിതത്തിൽ വലിയ പ്രലോഭനം കടന്നു വന്നു. സുന്ദരിയായ പൊത്തീഫേറിന്റെ ഭാര്യ അവനെ പാപത്തിലേക്ക് ക്ഷണിച്ചതാണ്. ദൈവമക്കളെ, പ്രലോഭനങ്ങൾ എപ്പോഴും ഒരു ദൈവത്തിന്റെ മുമ്പിൽ വന്നു എന്ന് വരാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, യൗസേപ്പ് ദൈവത്തോട് കൂടെ നിന്നതുകൊണ്ട് ആ പ്രലോഭനത്തെ അവൻ ജയിച്ചു. എൻ്റെ കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദാവീദിന്റെ ചരിത്രം നാം പഠിക്കുമ്പോൾ ദാവീദ് ഒരു ദിവസം ബേർശേബയോടുകൂടെ ജീവിച്ചു. ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയി. പ്രിയപ്പെട്ടവരെ, എന്നാൽ ജീവിതത്തിൽ ഒരിക്കലും തെറ്റുപറ്റിയെന്ന് തിരുവചനം രേഖപ്പെടുത്താത്തവരിൽ ഒരാളാണ് യൗസേപ്പ്. ദൈവമക്കളെ, മാനസാന്തരപ്പെട്ടതിന് ശേഷം പിന്നെ പാപത്തിലേക്ക് വീഴാത്തവർ അനേകരുണ്ട്. ദൈവമക്കളെ, എന്താ നാം മനസ്സിലാക്കേണ്ടത്? ദാവീദ് ജീവിതത്തിൽ ആ ഒരു ദിവസം പാപത്തിൽ വീണു. അതിൻ്റെ അനന്തരഫലമായിട്ട് മദ്യപാനത്തിന് കൂട്ടുനിൽക്കേണ്ടി വന്നു.
പ്രിയപ്പെട്ടവരെ, ഊരിയാവിനെ യുദ്ധമുന്നണിയിൽ കൊലയ്ക്ക് കൊടുക്കേണ്ടി വന്നു. ഇതെല്ലാം ഏതാണ്ട് ഒരേ സമയങ്ങളിൽ നടന്നുപോയി. എന്നാൽ തുടർന്ന് നാം വായിക്കുമ്പോൾ ദൈവമക്കളെ, ദാവീദിന്റെ ജീവിതത്തില് ഏതാണ്ട് ഒരു കൊല്ലത്തോളം ദാവീദ് ആ പാപത്തിൽ തന്നെയാണ് ജീവിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിയും. മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യമാണ് പ്രിയപ്പെട്ടവരെ. ദാവീദ് പാപം ചെയ്തിട്ട് ഏതാണ്ട് ഒരു കൊല്ലമാകാറ. എന്നാൽ ദാവീദിന്റെ ആത്മാവിന്റെ അവസ്ഥ ദൈവം കാണുന്നത്, അവൻ ഇപ്പോഴും ആ പാപത്തിലാണ് ജീവിക്കുന്നത്. അവന്റെ ആത്മാവ് മരിച്ചിരിക്കുകയാണ്. ദൈവമക്കളെ, നാം മനസ്സിലാക്കണം, ചിലപ്പോൾ എന്നോ യൗവനകാലത്ത് എപ്പോഴെങ്കിലും വന്ന പാപമായിരിക്കും. ദൈവമക്കളെ, അത് ഒരിക്കലും ഏറ്റുപറഞ്ഞ് അനുദപിച്ച് ഉപേക്ഷിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, നിങ്ങൾ ഇന്നും പാപത്തിൽ ജീവിക്കുന്ന, ആത്മാവിൽ മരിച്ചിരിക്കുന്ന, ദൈവത്തിൽ നിന്ന് അകന്നുപോയ പിശാചിന്റെ മകനാണെന്ന് ദൈവം നിങ്ങളെ കാണുകയാണ്. ദൈവമക്കളെ, നാം പാപം ചെയ്തിട്ട് വർഷങ്ങൾ പലത് കഴിഞ്ഞു വേണം. എന്നാൽ നാം അത് എന്തെങ്കിലും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് അനുദപിച്ചിട്ടില്ലെങ്കിൽ നാം ഇന്നും പാപത്തിൽ ജീവിക്കുകയാണ്. നമ്മെ പാപികളുടെ പട്ടികയിലാണ്. നാം പിശാചിന്റെ മക്കളാണ്. പ്രിയപ്പെട്ടവരെ, ദാവീദിന് ദൈവം കൃപയാല് അനുതാപവും മാനസാന്തരവും മടങ്ങി വരാനുള്ള അവസരവും കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസി പാപത്തിൽ വീഴരുത്. വീണാൽ പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് സടകുടഞ്ഞ് എഴുന്നേൽക്കാൻ കഴിയണം. ഒരു വിശ്വാസിയെ ആടിനോട് ഉപമിച്ചിട്ടുണ്ട്. നമുക്ക് ആട് വളർത്തിട്ടുള്ളവർക്കൊക്കെ അറിയാം, ഒരാടിനെ ഒരു വെള്ളമുള്ള സ്ഥലത്തുകൂടി അല്ലെങ്കിൽ ഒരു അഴുക്കുള്ള സ്ഥലത്തുകൂടി കൊണ്ടുപോകാൻ വളരെ പ്രയാസമാണ്. അഥവാ അതിൻ്റെ ശരീരത്തിൽ ചെളി പറ്റിയാൽ, പ്രിയപ്പെട്ടവരെ, അത് ഇഷ്ടപ്പെടാത്ത വെള്ളം അതിൻ്റെ ശരീരത്തിൽ പറ്റിയാൽ അത് കുടഞ്ഞുകളയും. അതിൻ്റെ ശരീരം എവിടെയെങ്കിലുമൊക്കെ ഉരച്ച് ആ അഴുക്കെല്ലാം കളയാൻ ശ്രമിക്കും. കാരണം ആടിനൊരിക്കലും ചെളി, അഴുക്ക്, വെള്ളം അതൊന്നും ഇഷ്ടമല്ല. പ്രിയപ്പെട്ടവരെ, അതിൽ വസിക്കാൻ അതൊരിക്കലും ആഗ്രഹിക്കുന്നില്ല. എന്നാൽ പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യനെ കുറിച്ച് തിരുവചനം പറയും, അവനെ ഒരു പന്നിയോടും നായോടുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കുളിച്ച പന്നി. ഒരു വിശ്വാസി ഒരിക്കൽ അവൻ കുളിച്ചതാണെന്നാൽ പിന്നെ അവൻ പാപത്തിലേക്ക് പോയാൽ അവനൊരു പന്നിയാണെന്ന്. പ്രിയപ്പെട്ടവരെ, കുളിപ്പിച്ച പന്നി അല്ലെങ്കിൽ കുളിച്ച പന്നി ചേറ് കണ്ടാൽ അതിൽ കിടന്ന് ഉളരുമെന്ന്. ദൈവമക്കളെ, ദൈവത്തിന്റെ വചനം പറയുന്നു, അവര് ഒരു നായെപ്പോലെയാണെന്ന്. നായ ഛർദ്ദിച്ചത് തിരിഞ്ഞിരുന്ന് ഭക്ഷിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിച്ചു നോക്കി, നാം ഇന്ന് ചെളിയിൽ കിടന്ന് ഉരുളുന്ന ഒരു പന്നിയാണോ? ഒരിക്കൽ ഉപേക്ഷിച്ച് കളഞ്ഞത് എന്തെങ്കിലും ഇന്ന് ജീവിതത്തിൽ എടുത്തിട്ടുണ്ടോ? ഈ നിസാരനായ ഞാൻ എൻ്റെ യേശുവിൻ്റെ കൃപയിൽ ചാരി നിന്നുകൊണ്ട് പറയട്ടെ ദൈവമക്കളെ, സഹോദര, പാപമല്ലാത്തതെന്ന് നിന്റെ ഹൃദയം പറയുന്നുണ്ടെങ്കിലും ഒരിക്കൽ നീ കൂട്ടായ്മയിൽ വന്നതിനെ പ്രതി, യേശുക്രിസ്തുവിനെ കണ്ടുവിട്ടതിനെ പ്രതി, വചനം കേട്ടതിനെ പ്രതി എന്തെല്ലാം നീ ഉപേക്ഷിച്ചിട്ടുണ്ടോ സഹോദര? അതിലേതെങ്കിലും ഇന്ന് നീ എടുത്തിട്ടുണ്ടെങ്കിൽ നീ ഓർത്തുകൊള്ളുവാനേ, ആത്മീയ ജീവിതത്തിൽ നീ പുറകോട്ടാണെന്ന്. നിന്റെ ആത്മാവിന്റെ വീര്യം കെട്ടുകൊണ്ടിരിക്കുകയാണെന്ന്. നിന്റെ തീഷ്ണത കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന്. ദൈവമക്കളെ, ഇന്ന് അനേകർക്ക് ഒരിക്കൽ പാപമായിരുന്നതെന്ന് പാപമല്ലാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. ഒരു കവി പാടിയിട്ടുണ്ട്, ആന മത്തേവൻ പാംസസ്നാനം കൊണ്ടല്ലോ സന്തോഷിപ്പൂ, നിത്യവും സ്വച്ഛജലം തന്നിലേ കുളിച്ചാലും എന്ന്. ദൈവമക്കളെ, നാം കണ്ടിട്ടുണ്ട്, വളർത്തുന്ന ആനകളെ നല്ലതുപോലെ ആനക്കാരൻ മണിക്കൂറുകളെടുത്ത് കുളിപ്പിച്ച് ഏതെങ്കിലും മരത്തിന്റെ ചുവട്ടിലൊക്കെ കെട്ടിയാൽ ആന അവിടുത്തെ മണ്ണ് കാലുകൊണ്ട് ഇളക്കി അതിൻ്റെ തുമ്പിക്കൈ കൊണ്ട് ശരീരത്തിലേക്ക് വാരി എറിയുമെന്ന്. കാരണം അതിനിഷ്ടം മണ്ണ് കൊണ്ട് കുളിക്കുന്നതാ. ദൈവമക്കളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഇന്ന് നിങ്ങൾ ആത്മാവിൻ്റെ വചനത്തിൻ്റെ കീഴിലിരിക്കുമ്പോൾ ആത്മാവിൻ്റെ കുളിര് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? യേശുക്രിസ്തുവിൻ്റെ പാദപീഠത്തിലിരിക്കുമ്പോൾ അവിടെ നിന്ന് എൻ്റെ അരികിലേക്ക് ഇറങ്ങി വരുന്നതോ, അവിടുത്തെ സ്നേഹം എൻ്റെ ഹൃദയത്തിലേക്ക് പകർന്നു തരുന്നതും, അവിടുത്തെ തിരുരക്തം കൊണ്ട് എന്നെ കഴുകുന്നതും, അവിടെ നിന്ന് എന്നെ യഥാസ്ഥാനപ്പെടുത്തുന്നതും നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ ദൈവമക്കളെ? സഹോദര, ഞാൻ ചേർത്ത് പറയും, ഇന്ന് നിനക്ക് പാപത്തെ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും മകനെ, നീ നിരാശപ്പെട്ടു പോകരുത്. നീ ഒരിക്കലും പിന്മാറിപ്പോകരുത്. നീ ഒരിക്കലും ദൈവവചന കേൾവി മുടക്കിക്കളയരുത് മകനെ. യേശു ക്രിസ്തുവിനോട് ചേരാൻ നീ ചേർന്നു കൊള്ളുക. എൻ്റെ ദൈവത്തിന് സ്തോത്രം. സഹോദര, ഇന്നും നിന്റെ കുടുംബത്തിൽ അനേക പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഉണ്ടോ? നിരാശ കൊണ്ട് നിന്റെ മുഖം മാടിയിരിക്കുകയാണോ? നിന്റെ മക്കൾ വഴിതെറ്റിപ്പോയിരിക്കുകയാണോ? നിന്റെ ഭാര്യ നിനക്കൊരു പ്രതികൂലമാണോ? നിന്റെ ഭർത്താവ് ഒരു മദ്യപാനിയാണോ? കടം കുമിഞ്ഞുകൂടി വന്നുകൊണ്ടിരിക്കുകയാണോ? ജപ്തി നോട്ടീസുകൾ ഒന്നിനൊന്ന് പുറകെ വന്നുകൊണ്ടിരിക്കുകയാണോ? ദൈവത്തിലേ നീ കേട്ടുകൊള്ളുക, ഇതിലൊന്നും നീ തളർന്നു പോകരുത്, നിരാശപ്പെട്ടു പോകരുത്, വാടിപ്പോകരുത് മകനെ. നീ കുരിശിലേക്ക് നോക്കി പുറപ്പെട്ടവനാണെങ്കിൽ ഈ പ്രതികൂലങ്ങളെല്ലാം ജയിക്കാൻ സ്വർഗത്തിലെ കർത്താവ് നിനക്ക്
ആത്മാവിന്റെ ബലം തരും സഹോദര. ഇന്ന് നീ നിരാശനാണെങ്കിലും നിനക്ക് പ്രത്യാശയുടെ ഒരു കാലമുണ്ട്. മകനെ, ഇന്ന് രോഗിയാണെങ്കിലും നിനക്ക് ആരോഗ്യമുള്ള ഒരു ശുഭകാലം വരുന്നുണ്ട്. ദൈവത്തിന്റെ വചനം പറയും, നിന്റെ ഭാവിയെ കുറിച്ച് പ്രത്യാശയുണ്ട് എന്ന്. ദൈവത്തിരുനാമത്തിൽ